ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 1, 2026 പുതുവർഷം ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ നമ്മള് എവിടെ ഷൈമി പോകുന്നത്? എന്തിനാണ്? അങ്ങനെ ഞങ്ങള് ഷാർജ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഒരു ഫ്രഷ് മട്ടനെ അങ്ങനെ തൂക്കി വാങ്ങിച്ചിട്ട് അതിനെ അവിടുന്ന് കട്ട് ചെയ്തു ഫ്രഷ് മട്ടൻ ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. മട്ടൻ, സെർച്ചിങ് ഫോർ മട്ടൻ. നമ്മളെ കൂടാതെ പ്രമുഖരായ കുറച്ച് വ്യക്തികളും ഞങ്ങളുടെ കൂടെയുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. മട്ടൻ വാങ്ങാൻ വന്ന ആൾക്കാരെ കണ്ട കുഞ്ഞു മനുഷ്യൻ അങ്ങനെ ആട് വാങ്ങാൻ വന്ന രണ്ട് പ്രമുഖികളായ പെൺകുട്ടികൾ. ആടിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. ആട് ബാർഗെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ക്യൂട്ട്, അയ്യോ അതിന്റെ മുഖമൊക്കെ, അതിന്റെ മുഖമെല്ലാം കണ്ടോ? അതാ അയ്യോ ശരിയാ ശരി. ഓക്കെയാ, കിട്ടിയോ? ഇതാണോ? അപ്പം ഇതാണ് ഗൈസ് നമ്മൾ വാങ്ങിക്കുന്ന ആട്. നമുക്കൊരു ആടിന്റെ പേര് 700 गाड़ी में आ सकते हैं आपके साथ? आ सकते हैं? ओके. അങ്ങനെ ഞങ്ങൾ ആട് വാങ്ങിച്ചിട്ട് കട്ടിങ്ങിന് വേണ്ടി പോവാണ്. ബൈ. ഊട്ടേക്കാ. നമ്മൾ ഈ ആടിനെ വാങ്ങിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കഴിഞ്ഞു പോട്ടി വേറെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ ബൈജാനുണ്ട്. ഇതിൻ്റെ വാങ്ങുന്നത് വേറെ സ്ഥലത്തു നിന്നും കട്ടിങ് വേറെ സ്ഥലത്തു നിന്നാണ്, രണ്ടും ഒരുമിച്ച് കിടക്കൂല. आपका नाम क्या है भैया? मेरा नाम है ഇബ്രാ ഖാൻ. നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? മട്ടൺ സെറ്റാക്കി, മട്ടൺ വെട്ടി റെഡിയാക്കി. ഇനിയിപ്പോൾ കുറച്ച് ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചാലോ എന്ന് ചിന്ത. അങ്ങനെ ചിക്കൻ വാങ്ങാൻ വന്നതാണ്. നല്ല നാടൻ കോഴി വാങ്ങിച്ചാലോ ഷെമീല? ഈ കോഴി കണ്ടോ? ഇത് കോഴിപ്പോരിൻ്റെ കോഴിയാണ്. ഇതൊക്കെ കണ്ടോ? ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മൾ വാങ്ങിച്ച കോഴിയുടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആമക്കുഞ്ഞാണിത് ആമയാണോ? അതിന്റെ മുകളിലൊക്കെ കളർ കൊടുത്തത് കണ്ടോ? അച്ചോടാ, ക്യൂട്ട് മാൻകുഞ്ഞ്. നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് നാടൻ മുട്ട വാങ്ങാം. ഒരു ട്രേക്ക് 30 ദിർഹംസാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ മട്ടൺ വാങ്ങിച്ച് വില്ലയിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ അടിപൊളി ഓപ്പൺ എയറിൽ മട്ടൺ ബിരിയാണി വെക്കാൻ വേണ്ടി പോവാണ്. അതുകൂടാതെ ഞങ്ങൾ കുറച്ച് കോഴി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വില്ലയിലെത്തി. അഫീസും സ്ത്രീജനങ്ങളും ഇവിടെ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 31 വൈകുന്നേരം എല്ലാവരും റാസൽ കൈമയിൽ പോയവരും അത്തേവിൽ പോയവരും എല്ലാവരും വളരെ വൈകി വന്നത്. 4 മണിക്ക് വന്നവരുണ്ട്, രാവിലെ 5 മണിക്ക് വന്നവരുണ്ട്. ഞാൻ വന്ന് കിടക്കുമ്പോഴേക്കും ഏകദേശം രാവിലെ 7 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് സമയം ഉറങ്ങി. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ പോയി ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ഫ്രഷ് മട്ടനെയൊക്കെ ചൂസ് ചെയ്തു. അതിനെ ബാർഗെയിൻ ചെയ്തു, അതിനെ വെട്ടാൻ കൊണ്ടുപോയി. പിന്നെ ലൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവിടെ എല്ലാം കറങ്ങി കോഴികളെയും മറ്റ് ജീവികളെയൊക്കെ കണ്ട് കുറച്ച് ഫ്രഷ് ചിക്കനൊക്കെ വാങ്ങിച്ചു, അറുത്തു. അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കിട്ടി.
അങ്ങനെ നല്ലൊരു വൈബായിരുന്നു രാവിലെ തന്നെ. പിന്നെ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഒരു വിഷമമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മട്ടൻ്റെ തല കിട്ടിയിട്ടില്ല. കാരണം അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ മട്ടൻ വാങ്ങിച്ചിട്ട് സ്ലോട്ടറിന് അതിനെ വെട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നത് വേറെ ഏരിയയിലേക്കാണ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി അവിടെ മട്ടൻ നമുക്ക് കട്ട് ചെയ്ത് തരുന്നതിന് മുമ്പ് അവിടെ ഒരു ഡോക്ടറുണ്ട്, വെറ്ററിനറി ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ചെക്ക് ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ മട്ടൻ തരുള്ളൂ. അപ്പോൾ ആ തലയിൽ എന്തോ പ്രശ്നം കൊണ്ട് തല കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തല എടുക്കാൻ പറ്റില്ല എന്നാണ് കട്ട് ചെയ്ത ആൾക്കാർ പറഞ്ഞത്. എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മട്ടൻ്റെ തല കിട്ടിയിട്ടില്ല. ബാക്കി പ്രധാനപ്പെട്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം കാണുന്നതാണ്. അങ്ങനെ 2026 ഞങ്ങളുടെ ആദ്യത്തെ ബിരിയാണിയുടെ ദമ്മ് ഇട്ടിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഇതാ ഷെമീല അങ്ങനെ ദമ്മ് പൊട്ടിക്കുകയാണ്. മെയിൻ ഷെഫ് ഷെമീലയായിരുന്നു. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് അനിയും കട്ടക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ബിരിയാണി, മട്ടൻ ബിരിയാണി, അത് ഫ്രഷ് മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. ബിരിയാണി എങ്ങനെ? എങ്ങനെയുണ്ട്? ബിരിയാണി ഞങ്ങൾ വെച്ചത് കൂടാതെ എല്ലാവർക്കും പങ്കെടുത്ത 5 കുടുംബക്കാർക്കും ഓരോ 1-1.5 കിലോ വെച്ച് ബാക്കി മട്ടൻ ഉണ്ടായിരുന്നു. അത് അവരവരുടെ വീടുകളിലേക്ക് കൊടുത്തു വിടുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ സാധനം. ഇതുകൂടാതെ മട്ടൻ്റെ ബോട്ടി ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടി മറ്റുള്ള ആൾക്കാർ അധികം കഴിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. 2026 ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുഡ് ബൈ.